മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസ് സുപ്രീം കോടതിയിൽ. നടൻ സൗബിൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെയാണ് ഹർജി. കേസിലെ പരാതിക്കാരൻ സിറാജാണ് ഹർജി നൽകിയത്. വിവരങ്ങൾ നൽകാനായി പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ജാമ്യം നിഷേധിക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയിൽ എത്തുന്നത്? ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ ദിവസം സൗബിൻ അടക്കമുള്ള 3 പേരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയുമാണ് ചെയ്തത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി വന്നിരിക്കുന്നത്. പരാതിക്കാരനായ സിറാജാണ് ഹർജി നൽകിയത്. അതായത് മുൻകൂർ ജാമ്യം നൽകിയ നടപടി റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 7 കോടി രൂപ നിക്ഷേപിച്ചപ്പോൾ 40% ലാഭം അല്ലെങ്കിൽ ലാഭവിഹിതം നൽകാമെന്നുള്ളൊരു ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പരാതിയുമായിട്ടുള്ളത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് സൗബിൻ ഷഹീർ അടക്കമുള്ള 3 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തത്. പക്ഷേ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഇവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യത്തിൽ വിടണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ഇവരെ ജാമ്യത്തിൽ വിടുകയുമാണ് ചെയ്തത്. ഇതിനെതിരെയാണ് പരാതിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് നടൻ സൗബിൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെ പരാതിക്കാരൻ സിറാജ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.